ശശി തരൂർ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണോ മുൻപ് പറഞ്ഞത് അതിൽ നിന്നെല്ലാം മലക്കം മറിഞ്ഞിരിക്കുകയാണ് ശശി തരൂർ. എന്തായാലും ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയുമായെല്ലാം ചർച്ച ഉണ്ടായിരുന്നല്ലോ. ഈ കേരളത്തിലെ എല്ലാ നേതാക്കളും കൂടി ഡൽഹിക്ക് പോയി ചർച്ച നടത്തി. ഇനി ആ ചർച്ചയുടെ ബലമാണോ ഈ ശശി തരൂർ ഈ പ്രസ്താവനയിൽ നിന്നും പിന്മാറുന്നത്? അപ്പോൾ തരൂരിൻ്റെ നട്ടെല്ല് മാറ്റിവെച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ കൃത്യമായിട്ട് ഒരു ലേഖനം എഴുതി അതിന് പിന്നാലെ ഇൻ്റർവ്യൂവും കൊടുത്തു. ഇതിലൊക്കെ അതിശക്തമായിട്ട് വാദിച്ചു വന്ന ആളാണ് ഇപ്പോൾ മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നട്ടെല്ല് മാറ്റിവെച്ചു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് വളയ്ക്കാവുന്ന രീതിയിൽ വാഴപ്പിണ്ടിയോ ഒക്കെ കൊണ്ടായിരിക്കാം ആ നട്ടെല്ല് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഈ പ്രസ്താവന അതിനുശേഷം വന്ന ഇൻ്റർവ്യൂവിന് ശേഷം മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ നിന്നും നിലപാടിൽ നിന്ന് പിന്മാറുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, കാരണം എനിക്കങ്ങനെ പെട്ടെന്ന് വാക്ക് മാറ്റാൻ കഴിയുമെന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ആളാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് തനി കോൺഗ്രസ്സുകാരനായത്. നേരത്തെ വലിയ ഒരു വിശ്വപൗരനും അക്കാദമിക് ലെവലിൽ ഉയർന്നു നിൽക്കുന്ന ആളുമായിരുന്നു. ഇപ്പം യഥാർത്ഥ കോൺഗ്രസ്സുകാരനായി. ഇനി ആ ഒരു അല്പം ഈ ഖദറും കൂടെ ഖദർ ഈ കുറെ പിച്ചി ഈ ആഴക്കീറിയ അവിടെയൊക്കെ പിന്നി നിൽക്കുന്നല്ലോ, അങ്ങനെയുള്ള ഖദറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എ കെ ജി സെൻട്രലല്ലോ, ഇന്ദിരാഭവനിൽ ഒരു പൊതിയും കൂടെ കെട്ടി വന്നു കഴിഞ്ഞാൽ തനി കോൺഗ്രസ്സുകാരനായി. അപ്പോൾ എ കെ ആൻ്റണിക്ക് കൂട്ടായിട്ട് തൊട്ടിപ്പുറത്തും ഇരിക്കാം. എ കെ ആൻ്റണി പണ്ട് പോലെ അങ്ങനെയാണ്, പൊതിയും കെട്ടി ഈ പിന്നിയ ഖദറും ഒക്കെ ഇട്ടാണ് വരുന്നത്. അദ്ദേഹം വളരെ ലാളിത്യം ഉള്ള ആളാണ്. ജനിച്ച കാലം മുതൽ പാർട്ടിയുടെ പണം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അച്ഛൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടായിരിക്കുമോ മോൻ BJP-യിൽ പോയത്? അതിൽ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടല്ലോ. കാരണം ഒരു മകൻ നല്ല നിലയിൽ വരുമ്പോൾ ഏതച്ഛനാ സന്തോഷിക്കാത്തത്? അത്തരത്തിലുള്ളൊരു സന്തോഷം അല്ല, അതാണ് ചോദിച്ചത്. മകൻ അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ട് മകൻ വേറൊരു കമ്പനിയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കയറി വരും. എന്തെങ്കിലുമൊക്കെ ഒന്നുമല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന കമ്പനിയിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് കയറി വരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തരൂരിന് മനസ്സിലായി ഇപ്പം അങ്ങനെ അങ്ങോട്ട് ചാടി കളിക്കാനൊന്നും ഇപ്പം സമയമില്ല. നോക്കാം, 2026 ഒന്ന് നോക്കാം. ഇപ്പോൾ VD സതീശൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. VM സുധീരൻ ഡൽഹിയിൽ നിന്ന്, VM സുധീരൻ KPCC അധ്യക്ഷനായിരുന്നല്ലോ മുമ്പ്, അവരെയും വിളിച്ചിരുന്നു ഡൽഹിയിലെ യോഗത്തിന്. അതും കഴിഞ്ഞ് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇതുപോലൊരു യോഗം ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്ന്. ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു മീറ്റിംഗ് ഒന്ന് ആലോചിക്കണേ. വലിയ കോൺഗ്രസ്സുകാരായിട്ട് ഇരിക്കുകയാണ് ഇത്തരത്തിലൊരു യോഗം. അത് ആരുടെ ഇതിൽ? ഖാർഗെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഖാർഗെ അങ്ങനെ ഇരിക്കും. രാഹുൽ ഗാന്ധി ആയിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും സംസാരിക്കാനായിട്ട് 3 മിനിറ്റോ ബെല്ലും വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ. അത്തരത്തിലൊരു സമയമൊക്കെ കൊടുത്താണ് മുമ്പോട്ട് പോയത്. അപ്പം പിടിച്ച് വിരട്ടിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് മനസ്സിലായി കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ എന്തായാലും ഒരു പച്ചത്തുരുത്തായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ദേശീയ തലത്തിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കളിച്ച് കഴിഞ്ഞാൽ ഒന്നും നേടാൻ പോകുന്നില്ല. ഇപ്പോൾ ഒന്നും പറ്റത്തുമില്ല, അതിനുള്ള സമയവുമല്ല. പിന്നെ CPM-ൻ്റെ കാര്യത്തിലോട്ടൊന്നും ഇപ്പോൾ ഇടപെട്ടിട്ട് കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാൻ പറഞ്ഞിരുന്നത്, പറഞ്ഞ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ്? വലിയ വ്യവസായ വളർച്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത്, ഞാൻ അതാണ് പറഞ്ഞത്, യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വികസനവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് മുഴുവൻ ചർച്ചയും. പിണറായി ഉൾപ്പെടെയുള്ളവർ ആ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി അദ്ദേഹം പിന്മാറിയിട്ടുണ്ടല്ലേ? മാറിയിട്ടുണ്ട്. ഇത് എങ്ങനെ കോൺഗ്രസ്സുകാർ വിശ്വസിക്കും ഇദ്ദേഹത്തെ? ഇത്രയും ഒരാഴ്ചയോളം ഈ വലിയ അഭിമുഖവും ലേഖനത്തിലും ഒക്കെ ഉറച്ചു നിന്നിട്ട് പെട്ടെന്ന് മാറിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ പാർട്ടി കൊണ്ടു നടക്കുക? ഇനി നാളെയും ഇദ്ദേഹം തിരിച്ചിതുപോലെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാലം വലിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഉറപ്പാണ്. CPM-കാരെന്തായിരുന്നു? സൈബർ പോരാളികളും ഒക്കെ അങ്ങ് ആഘോഷിക്കുകയല്ലായിരുന്നു. റഹീമും ഒക്കെ ചെന്ന് വിളിക്കുന്നു,
DYFIയുടെ എന്താ സ്റ്റാർട്ടപ്പ് പദ്ധതികളെ കുറിച്ചൊക്കെ പിന്നെ അതിൻ്റെ ആളായിട്ട് വിളിക്കുകയാണ് ചെന്ന്. ആഗോള പിന്നെ സംഘടനയല്ലേ DYFI, ആ ആഗോള സംഘടനയുടെ നേതാവാണ്. ആഗോള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് AR റഹീം. ഒന്ന് ആലോചിച്ച് നോക്കണേ ചെന്ന്. അപ്പോൾ AR റഹീമൊക്കെ രണ്ടും എങ്ങനെ ഇരിക്കും? റഹീമും തരൂരും ഒക്കെ നിന്ന് ഒരേപോലെ അല്ലല്ലോ, ഒരു തട്ട് നിൽക്കേണ്ടവരല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിനെ ഇനി വിശ്വസിക്കാനൊന്നും പറ്റില്ല. തരൂരിനും കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല, ഇപ്പോഴെന്തായിരിക്കും ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്? ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. 2026 വരെ ഒന്ന് നോക്കാം. അതോ VD സതീശനോട് രാഹുൽ ഗാന്ധി ചോദിച്ച് എത്ര സീറ്റ് കിട്ടുമെന്ന്? അദ്ദേഹം പറഞ്ഞു 100 സീറ്റ് കിട്ടും, പക്ഷെ എനിക്ക് മുഖ്യമന്ത്രി ആകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അതുപോലെ ഓരോരുത്തർ. അപ്പോൾ മുഖ്യമന്ത്രി ആകണ്ടെന്ന് പറയുമ്പോൾ ഇനി ശശി തരൂർ കരുതി കാണുമോ? ഇനി എന്നെ അല്ല, എല്ലാവരോടും പറഞ്ഞു കാണും. അവരവരുടെ ആഗ്രഹങ്ങളെല്ലാം മടക്കി പെട്ടി വെക്കാൻ പറഞ്ഞു കാണും. അതൊന്നും ഇപ്പൊ പുറത്തെടുക്കണ്ട. അപ്പൊ സതീശൻ പറഞ്ഞ എത്ര? 100 സീറ്റ് എന്നല്ലേ? അല്ലെ, UDFന് മൊത്തത്തിൽ 100 സീറ്റ് കിട്ടും. സതീശന്റെ ഒരു 63 കണക്കുണ്ടല്ലോ. 63 കണക്ക് എന്തായാലും തല കുത്തി നിന്നാലും അത് കിട്ടത്തില്ല. അല്ല, 63 പ്ലസ് 100 ആയിരിക്കും. അല്ല, ഈ 100 സീറ്റ് UDFന്റെ 100 സീറ്റ് ഇപ്പൊ LDFന് കിട്ടിയിരിക്കുന്ന എത്ര? 99 സീറ്റ് അല്ലേ? അതുപോലെ UDFനും ആകാം. അല്ല, ഈ ലോക്സഭാ കണക്ക് വെച്ചാണെങ്കിൽ അവർക്ക് ഒരു 110 സീറ്റ് കിട്ടണം. ഇവർക്ക് വളരെ നിഷ്പ്രയാസം വാങ്ങിക്കാവുന്ന 10 സീറ്റ് ഉണ്ടെന്നേ കയ്യില്. 1000-2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDFന്റെ കയ്യിലിരിക്കുന്നത്. ഈസി ആയിട്ട് നല്ല സ്ഥാനാർത്ഥി അങ്ങോട്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാം. അതുപോലെ ലീഗിനും ഒരു 3-4 ഇടത്തെ സീറ്റ് 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അതൊക്കെ ലീഗ് തിരിച്ചു പിടിക്കും. ലീഗിനെ എന്തായാലും ഇവർ പഠിപ്പിക്കാനൊന്നും ചെയ്യണ്ട. അത് അവരവരുടെ കൊടുക്കുന്ന സീറ്റ്, അതിപ്പോൾ അവർ LDFിലോട്ട് പോയാലും UDF തന്നെ നിന്നാലും അവർക്ക് കൊടുക്കുന്ന സീറ്റ് അവർ സുരക്ഷിതമാക്കും. പ്രത്യേകിച്ച് ഇത്തവണ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടി അവർ അധ്വാനിക്കും. ഇത് തൽക്കാലം ഒരു വെടിനിർത്തലാണ്. ഇപ്പം ഇസ്രായേൽ ഗാസ വെടിനിർത്തലല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കത്തില്ലേ? അതുപോലെ തരൂർ ഇനിയും പറയും. തരൂരിന് പറയാനുള്ള സംഭവം സ്റ്റഫ് കയ്യിലുണ്ട്. അതുകൊണ്ട് തരൂർ പറയും. തരൂരിനെ അറിയാം, മുഖ്യമന്ത്രി പദത്തിലേക്കൊന്നും കൊടുക്കത്തില്ല. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കൂടെ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇവർ കിടന്ന് തല്ലുണ്ടാക്കുന്ന സമയത്ത് എന്നാൽ തരൂർ മുഖ്യമന്ത്രിയാകൂ എന്ന് പറയുമോ? ഇല്ല, KC വേണുഗോപാലിനെ ഇറക്കും. അല്ല, തരൂരിനെ ഒന്നും രാഹുൽ ഗാന്ധി ഇറക്കത്തില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. അല്ല, അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ കേരളത്തിലെ നേതാക്കൾക്ക് ദാരിദ്ര്യമുണ്ടെന്ന രീതിയിൽ അത്തരം പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹം ഇനി പിന്നോട്ട് പോകുമോ? അതുമൊക്കെ താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ പറയുന്നതാണ്. പിണറായിയെ വാഴ്ത്തി. ഇനിയിപ്പം ഞാൻ ചോദിച്ചിട്ട് BJP ക്യാമ്പുകളിലൊക്കെ ഈ തരൂർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ, മോദിയെ അഭിനന്ദിച്ചപ്പോൾ, ഇനിയിപ്പോൾ അതും നാളെ മാറ്റി പറയത്തില്ലേ? കോൺഗ്രസിന്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ മോദിയെ തള്ളി പറയാൻ പറയും. അതുണ്ടാകും. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അത് നമുക്കന്ന് സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയപ്പോഴോ അദ്ദേഹം അല്ലേ പാർട്ടി രാവിലെ മെമ്പർഷിപ്പ് എടുത്തതും ആദ്യത്തെ ബൈറ്റ് മോദിയെ. അതെ, ഇപ്പം NK പ്രേമചന്ദ്രൻ നമ്മുടെ നരേന്ദ്രമോദിയെ ആയിട്ട് മോദി പറഞ്ഞു മോദിക്ക് പ്രേമചന്ദ്രനെ കാണണമെന്നു. അവർ തമ്മിൽ കണ്ടു, ക്യാൻറ്റീനിൽ പോയിരുന്ന് ചായ കുടിച്ചു. ഇത് വലിയ CPMകാരെടുത്തിട്ട് നോക്കി ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് UDF കോൺഗ്രസ്സുകാർ എന്തെങ്കിലും മറുപടി പറയാൻ പോയോ? ഒന്നും പോയില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ വേറെ ശത്രുക്കളൊന്നും അല്ല വിളിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വിളിച്ചത്. പിന്നെ പാർലമെന്റിലുള്ള ഒരു MPയെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്. അങ്ങനെ കണ്ടാൽ മതി. അത്തരത്തിൽ കാണാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും അവിടെ എന്താണ് നടന്നതെന്ന് ഈ കോൺഗ്രസ്സുകാരെയൊക്കെ നന്നായിട്ട് തരൂരിനറിയാം. അത് മനസ്സിലാക്കിയതിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ പാളയത്തിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നാളെ മോദിജിയെയും തള്ളിപ്പറയാൻ തരൂർ ബാധ്യസ്ഥനാകും എന്നുള്ളതാണ്. അപ്പോൾ തരൂർ നട്ടെല്ലും മാറ്റിവെച്ച് തനി കോൺഗ്രസ്സുകാരനുമായി മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.